ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം എന്ന സ്തോത്രകാവ്യം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി മേഘശ്യാമളവർണ്ണനായ ഭഗവാന് സമർപ്പിച്ചു. ആ നാരായണീയത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യ ഉപാസനയായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉപാസനയായിട്ടാണ് നാരായണീയ മധുരം എന്ന രീതിയിൽ ഈ അക്ഷരപൂജ നമ്മൾ ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ 63-ാമത്തെ ദിവസമാണ്. ശ്രീമന്നാരായണീയം 6-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഈ ദശകം വിരാട് സ്വരൂപ വർണ്ണനയാണ്. പാദാദികേശമായി ഭഗവാനെ വർണ്ണിക്കുന്നു. പിന്നെ ഭഗവാന്റെ ഓരോ അവയവങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്ന് കാണിച്ചു തരുന്നു. ഇവിടെ പറയുന്നു, ശ്രോണീസ്ഥലം മൃഗഗണാ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. തേ ശ്രോണീസ്ഥലം മൃഗഗണാഃ പദയോ നഖാഃ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഃ ഗമനം തു കാല. ഹേ കരുണാംബുധേ തേ വദനാബ്ജബാഹു ചാരൂരുഗ്മചരണം വിപ്രാതി വർണ്ണഭവനം എന്ന് പറയുകയാണ്. ഇവിടെ തേ ശ്രോണീസ്ഥലം, ഭഗവാനെ അവിടുത്തെ
ആ അരക്കെട്ടിൻ്റെ പുറകുഭാഗം ശ്രോണീസ്ഥലം മൃഗഗണാഹ, മൃഗഗണങ്ങളാണ്. പദയോ നഖ, കാലിൻ്റെ നഖങ്ങൾ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖ, ഹസ്തി ആന, ഉഷ്ടം ഒട്ടകം, സൈന്ധവം കുതിര തുടങ്ങിയവയാണ്. ഗമനം തു കാല, അവിടുത്തെ സഞ്ചാരം കാലമാണ്. ഹേ കരുണാംബുധേ തേ, അല്ലയോ കാരുണ്യ സമുദ്രമേ, ദയാസമുദ്രമേ, കൃപതൻ കടലേ, ഗുരുവായൂരപ്പ, അങ്ങയുടെ വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം, വദനാബ്ജം മുഖപത്മം, അതേപോലെ തന്നെ ബാഹു കൈകൾ, അതേപോലെ ചാരൂരു ഏറ്റവും നല്ലതായിട്ടുള്ള തുടകൾ, യുഗ്മചരണം 2 കാലടികൾ, ഇതൊക്കെ തന്നെ പാദങ്ങൾ. ഇത് ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് എന്ന് പറയുന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരാജന്യകൃത ഊരു തദസ്യ യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് ശ്രുതിവാണി അല്ലെങ്കിൽ പുരുഷസൂക്തത്തിൽ പറയുന്നു. അപ്പോൾ വദനാബ്ജം, ആ മുഖപത്മത്തിൽ നിന്ന് എന്തുണ്ടായി? ആരുണ്ടായി? വേദങ്ങളെ അറിയുന്ന ബ്രാഹ്മണരുണ്ടായി. കൈകൾ, അത് ക്ഷാത്ര തേജസ്സിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി എന്ന് പറയുന്നു. അതേപോലെ ഊരു, ആ തുടകളിൽ നിന്ന് വൈശ്യരുണ്ടായി. അതേപോലെ പാദങ്ങളിൽ നിന്ന് അവിടെ ശൂദ്രർ ഉണ്ടായി. അപ്പം ഇങ്ങനെ അവിടുത്തെ മുഖം, കൈകൾ, തുടകൾ, പാദം, ഇത് ബ്രാഹ്മണാദി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരാകുന്ന 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് എന്നും അവിടെ പറയുന്നു. ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ഇനി ഇതിൻ്റെ ശ്രീഹരിയ പരിഭാഷ പാടാം. നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 നാരദാദി പൂജിച്ചിടും ശ്രീവാസുദേവ അരക്കെട്ടിൻ പുറം മൃഗഗണങ്ങളും കാൽനഖങ്ങളാന അശ്വം എന്നിവയും കാലം സഞ്ചാരം കാരുണ്യാബ്ധേയ വിടുത്തെ മുഖം കൈകൾ തുടപാദം 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനം നാരായണ 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 നാരായണീയ മധുരം അർപ്പിക്കുന്നു ഞാൻ നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണനാമ സങ്കീർത്തനം നാരായണ നാരായണ നാരായണ.